അവരുടെ ജ്ഞാനം, അവരുടെ അടുത്ത് എത്തുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചുണ്ടാകുന്നതല്ല, പഠിച്ചുണ്ടാകുന്ന ജ്ഞാനമല്ല. അവർ പഠിക്കുകയും ചെയ്യും, പക്ഷെ പഠിച്ചുണ്ടാകുന്ന ജ്ഞാനമല്ല. അതിന് മനസ്സിലാക്കാൻ ഒരു സംഭവം പറയാം. പിന്നെ ഇബ്നു സീനയെ നിങ്ങൾക്കറിയാം അല്ലേ? അബൂ അലി ഇബ്നു സീന അറിയാലോ? അബൂ സഈദ് അബുൽ ഖൈർ, അബൂ സഈദ് അബുൽ ഖൈറും ഇബ്നു സീനയും തമ്മിലുള്ള വ്യത്യാസം, ഇബ്നു സീന ബുദ്ധിമൂലവാദിയാണ്. അദ്ദേഹത്തിന് ബുദ്ധിയെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ അബൂ സഈദ് അബുൽ ഖൈർ ആരിഫാണ്, അദ്ദേഹത്തിന് ഇർഫാന. അങ്ങനെ ഇബ്നു സീന മന്ത്രിയായിരുന്നു, ട്രാൻസ്ഫോക്കിയാണ് മന്ത്രിയൊക്കെ ആയിരുന്നു, വലിയ ആളായിരുന്നു ഇബ്നു സീന. അങ്ങനെ ഒരിടത്ത് രണ്ടുപേരും ഒരുമിച്ച് കൂടിയിട്ട് 3 ദിവസം ഒരു റൂമിൻ്റെ ഉള്ളിൽ താമസം ചർച്ച ചെയ്യുന്നു. തസവൂഫ് എന്താണ്, അഖൽ എന്താണ്, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുക. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച. നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് പുറത്ത് വരും, ഭക്ഷണം കഴിക്കാനൊക്കെ പോകും. പക്ഷെ മറ്റു സമയങ്ങളിൽ മുഴുവൻ ചർച്ചനെ. ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇബ്നു സീനയോട് ചോദിച്ചു, നിങ്ങൾ 3 ദിവസം അബൂ സഈദ് അബുൽ ഖൈറായിട്ട് സംസാരിച്ചല്ലോ, അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നിയത് ചോദിച്ചു. ഇന്നഹു യറാ മാ നഅരിഫ്, നാം അറിയുക മാത്രം ചെയ്യുന്ന കാര്യം അദ്ദേഹം കാണുകയാണ്. നമുക്ക് ഒന്നിനെപ്പറ്റി നമുക്ക് അറിവാണ്ടാകുക, പക്ഷെ അദ്ദേഹം അത് കാണുകയാണ്, ദർശിക്കുകയാണ്. കേവലം അറിവല്ല അദ്ദേഹത്തിൻ്റെ, ആ അറിവിനെയും അപ്പുറം കടന്ന് അദ്ദേഹം അനുഭവിക്കുകയാണ്, അദ്ദേഹം കാണുക. ഇബ്നു സീനയോട് ചോദിച്ചു, പിന്നെ അല്ല അബൂ സഈദ് അബുൽ ഖൈറിനോട് ഇബ്നു സീനയെ പറ്റി ചോദിച്ചു, നിങ്ങൾ എന്തേപ്പോൾ 2-3 ദിവസം നമ്മൾ ഒരുമിച്ചൊന്ന് സംസാരിച്ചല്ലോ, എന്തേപ്പോൾ ഇബ്നു സീനയെ പറ്റി നിങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായത് ചോദിച്ചു. ഇന്നഹു അഴമ, ഒരു കണ്ണൂട്ടനാ, എംഷിബി ഉക്കാസ, ഒരു ഊന്നുവടിയും പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി നടക്കണേ. നമ്മൾ നേർക്കുനേരം നടന്നു പോണ വഴി കൂടി, നമുക്കൊരു വടിയൊന്നുമില്ല, നമ്മൾ നേർക്കുനേരം ഇങ്ങനെ നടന്നു പോണ വഴി കൂടി തപ്പിയിട്ട് വടിയും കുത്തി നടന്നു പോണ ഒരു കണ്ണൂട്ടനെ പോനെ പറഞ്ഞു. അപ്പൊ എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അബൂ സഈദ് അബുൽ ഖൈറിന്റെ അടുത്തുള്ളത് ഇർഫാന, അദ്ദേഹം സൂഫിയാണ്, അദ്ദേഹം ആരിഫാണ്. ഇബ്നു സീനയുടെ അടിസ്ഥാനം അഖിലാണ്, എല്ലാ കാര്യത്തിനും അഖിലാണ് അദ്ദേഹം അടിസ്ഥാനമാക്കുക. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് അഖിലാണല്ലോ അല്ലേ? എന്താ ഇതിന് പറയല്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? കൃത്രിമ ബുദ്ധി എന്നാ പറയാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് നമ്മൾ തിരഞ്ഞു നോക്കിയാൽ, ഞാൻ നിങ്ങളുടെ മാനദണ്ഡം വെച്ചുകൊണ്ടത് ഹദീസ് വഈഫാണോ ഹദീസ് മൗദൂആണോ എന്നൊക്കെ നോക്കിയ ഒരു പിടുത്തം കിട്ടൂല. പക്ഷെ സൂഫികൾ ഉദ്ധരിക്കണേ, പിന്നെ ജലാലുദ്ദീൻ റൂമി പറഞ്ഞ പേർഷ്യൻ കവി ഉണ്ടല്ലോ, മസ്നവിയൊക്കെ എഴുതിയ അദ്ദേഹത്തിന്റെ മസ്നവി എന്നുള്ള ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം ഈ ഹദീസിന്റെ ആശയം ഒരു കവിതയാക്കിയിട്ടുണ്ട്. ആ കവിത ഞാൻ മലയാളത്തിലും കവിതയാക്കിയിട്ടുണ്ട്. പിന്നെ ഖലഖല്ലാഹുൽ മലായികത വറക്കബ ഫീഹിം അൽ അഖില വഖലഖല്ലാഹുൽ ബഹായിമ വറക്കബ ഫീഹിന്ന അശ്ശഹ്വത വഖലഖല്ലാഹുൽ ഇൻസാന വറക്കബ ഫീഹി അൽ അഖില വശ്ശഹ്വത ഫമൻ ഗലബത് ഫീഹി ശഹ്വതു വഹുവ അസ്ഫലു മിനൽ ബഹായിമി വമൻ ഗലബ ഫീഹിൽ അഖ്ലു വഹുവ അഅലാ മിനൽ മലായികതി. അതാ മനുഷ്യനെ മനസ്സിലാക്കാൻ, മനുഷ്യനെയും മറ്റുള്ള മുഴുവൻ ജീവജാലങ്ങളെ പല ലോകമുണ്ടല്ലോ, ധാതു ലവണങ്ങളുടേതായ ലോകം മുതൽ, പിന്നെ സസ്യലതാദികളുടേതായ ലോകം മുതൽ, പിന്നെ ജന്തുജാലങ്ങളുടേതായ ലോകം മുതൽ പല രോഗങ്ങളുണ്ടല്ലോ. ഈ രോഗങ്ങളിലൊക്കെ മനുഷ്യനെ മനസ്സിലാക്കാൻ ഒരു ഹദീസ് നമുക്ക് കിട്ടുകയാണ്. ഈ ഹദീസിന്റെ ആശയം വളരെ ആശയസമ്പുഷ്ടമാണ് എന്ന് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് പ്രസക്തി, അതിൻ്റെ ആശയങ്ങൾ വിപുലീകരിക്കുന്നതിന് പ്രസക്തിയുള്ള ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ അങ്ങനെ കാണുമൊന്നുമില്ല. പിന്നെ പക്ഷെ ജലാലുദ്ദീൻ റൂമി അദ്ദേഹത്തിന്റെ മസ്നവിയിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. 3 തരത്തിലായി സൃഷ്ടിച്ചു സർവേഷൻ, മുന്നേ പ്രപഞ്ചത്തിൽ സൃഷ്ടിജാലങ്ങളെ മാലാക്കയൊന്നതിൻ സൃഷ്ടിക്കു മൂലമായി
ബുദ്ധിയും ശുദ്ധിയും ന്യായവും വെച്ചവൻ, ആർത്തിയും കാമവുമില്ലാത്തോരാണവർ, ഈശനായ എപ്പോഴും സാഷ്ടാംഗം പാർക്കുവർ. ഈശ്വര സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ജ്ഞാനപ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവർ. പക്ഷി മൃഗാദികളാണു രണ്ടാം തരം സൃഷ്ടികൾ, അവയിൽ തരിമ്പുമില്ലീ ഗുണം. ഭക്ഷിക്കാൻ പുല്ലുണ്ടോ, മേയാൻ ഇടമുണ്ടോ, ഭോഗിക്കാൻ ഇണയുണ്ടോ, സന്തുഷ്ടമാണവ. പാതി മാലാക്കയും പാതി കഴുതയും ചേർത്തു മൂന്നാമതായി നരനെ പടച്ചവൻ. അവനിലെ ഗർദവം താഴോട്ടു താഴുമ്പോൾ അവനിലെ മാലാക്ക മേലോട്ടുയർന്നിടും. താണവും ഉയർന്നുമുള്ളി മത്സരങ്ങളിൽ ഏതു ജയിക്കുമതായി തീർന്നിടും അവൻ. അതാ അവ മനുഷ്യനെ പറ്റി നല്ലൊരു കൺസെപ്റ്റ് തരാണ് ഇതിലൂടെ. ആദ്യമായിട്ട് അള്ളാഹുത്താല മലക്കളെ പഠിച്ചു, മലക്കൾക്ക് ഷഹ്വത്ത് കൊടുത്തില്ല, അക്കലെ കൊടുത്തോളൂ. പിന്നെ അള്ളാഹുത്താല മൃഗങ്ങളെ പഠിച്ചു, മൃഗങ്ങൾക്ക് അക്കല് കൊടുത്തില്ല, ഷഹ്വത്തേ കൊടുത്തോളൂ. മനുഷ്യനെ അക്കലുകൊണ്ട് ഷഹ്വത്തുണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് സ്വീപ്പ്. ഏതെങ്കിലും ഒന്നേ ഉള്ളൂ വെച്ചാൽ അങ്ങനെ പോയാൽ മതി. പക്ഷെ ഇത് രണ്ടും പാടുണ്ടാവുമ്പോൾ ക്ലാഷ് വരികയാണ്. നമ്മളെ ഉള്ളിൽ തന്നെ ക്ലാഷ് വരാണ്. ഷഹ്വത്തും അക്കലും തമ്മിൽ ഇങ്ങനെ ക്ലാഷ് വരും. അപ്പോൾ അക്കലിന് ചിലപ്പോൾ മുൻതൂക്കം കിട്ടും, അപ്പോൾ അതിനനുസരിച്ച് നീങ്ങും. ഷഹ്വത്തിന് ചിലപ്പോൾ മുൻതൂക്കം കിട്ടും, അപ്പോൾ അതിനനുസരിച്ച് നീങ്ങും. അപ്പോൾ മനുഷ്യൻ്റെ വൈകാരികമായ പലതരത്തിലുള്ള പ്രക്ഷുബ്ധതകൾക്കൊക്കെ അടിസ്ഥാനവൻ്റെ ഷഹ്വത്താണ്. അതേ സമയത്ത് അക്കല് കൊണ്ട് മനുഷ്യനെ മലക്കുകളെക്കാണ് ഉയരം എത്തുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോഴേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞ കുറെ അത്ഭുതങ്ങൾ കാണിക്കണു നമ്മുടെ മുമ്പിൽ. ഈ അത്ഭുതങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കാണിക്കാൻ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണല്ലോ നടക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയുള്ള പതിൻ്റെ പിന്നിലെ. പക്ഷെ അപ്പൊ ഈ ബുദ്ധി കൊണ്ട് മനുഷ്യനെ മലക്കുകൾക്ക് എത്താവുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തും എന്ന് പറഞ്ഞാൽ മലക്കുകളാണല്ലോ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇടി, മഴ, മിന്നല് തുടങ്ങിയ എല്ലാ കാറ്റൊക്കെ മലക്കുകൾ മുഖേനയാണല്ലോ അള്ളാഹുത്താല ചെയ്യുന്നത്. അപ്പം ഈ മലക്കുകൾ മുഖേന ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാ അത്ഭുതങ്ങളും മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ നമ്മളങ്ങനെ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും ഞാൻ ഒരു ഉദാഹരണത്തിന് ഹദീസ് പറഞ്ഞതാണ്. പക്ഷെ ഈ ഹദീസ് നമ്മൾ സൂഫികളുടെ ഗ്രന്ഥങ്ങളിൽ കാണും. പക്ഷെ ഇത് നമ്മൾ ഈ നമ്മളെ സനത് പരിശോധിച്ച് ഏത് 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 കാറ്റഗറിയിലെ ഹദീസ് എടുത്തേണ്ടത് നോക്കിയാൽ ചിലപ്പോൾ അതിനൊരു പിടുത്തം കിട്ടുന്നില്ല. ഇങ്ങനെ ഒരുപാട് വിജ്ഞാനത്തിൻ്റെ വലിയൊരു ഭണ്ഡാരം തന്നെ ഹദീസ് ശാസ്ത്രത്തിലുണ്ടാവും, ഹദീസിൻ്റെ ശാഖയിലുണ്ടാവും. പക്ഷെ അതൊക്കെ പലപ്പോഴും ബുഖാരി നോക്കി കിട്ടൂല, മുസ്ലിമിൽ നോക്കി കിട്ടൂല, അബൂദാവൂദിൽ നോക്കി കിട്ടൂല, പിന്നെ നസായിൽ നോക്കി കിട്ടൂല, ഇങ്ങനെ ഇതിലൊന്നും നോക്കി കിട്ടൂല. അപ്പൊ സിഹാഹ് എന്ന് വിശേഷിപ്പിക്കുന്ന വരാത്ത ഒരുപാട് ഹദീസുകളുണ്ടാവും. മാത്രമല്ല ഇതിലേക്ക് നോക്കിയാലോ നമ്മള് വലിയ ഊറ്റം കൊള്ളുന്ന ഹദീസ് ഉണ്ടല്ലോ. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആധാരം തന്നെ അതേ കാര്യം. ചിലപ്പോ എന്താണ് ഉമ്മത്തി അല്ലേ ഇല ബിദ്ഇ സബഈൻ, എന്റെ സമുദായം 70 ചില്ലാന ശാഖകളായിട്ട് പിരിയും. അതില് പിന്നെ കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലേക്കാരം, ഇല്ലാ വാഹിദ, ഒന്ന് മാത്രമാണ് സ്വർഗത്തിലുണ്ടാകുക. അപ്പോൾ മാനാരിഹി വാസഹാബി. ഈ ഹദീസ് സനദ് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഹമ്മാദ് ബിൻ നഈം എന്ന ഒരാൾ ഹദീസിന്റെ റിപ്പോർട്ടർമാരെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസ അനഭിമതന. അദ്ദേഹം ഹദീസ് ശാസ്ത്രത്തിൽ അനഭിമതനായിട്ട് ഗണിക്കപ്പെടുന്നയാളാണ് ഹമ്മാദ് ബിൻ നഈം. അദ്ദേഹം ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാരെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഹദീസ് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന് പറയുന്ന യഹ്യ ഇത് മുഴയിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് നിരൂപകന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആധാരമായിട്ട് തന്നെ നമ്മളിപ്പോൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആൾക്കാർ നമുക്കുള്ള നിലനിൽപ്പിന്റെ ഒരു ഹദീസാണത്. ഈ ഹദീസിന്റെ ചിലപ്പോൾ സനത് നോക്കുമ്പോൾ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ഹദീസ് എന്ന് പറഞ്ഞാൽ സനത് പറഞ്ഞാൽ അത് വളരെ അതിന്റെ പ്രസക്തി നമ്മൾ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഹദീസിന്റെ ശരി തെറ്റുകളൊക്കെ മനസ്സിലാക്കാനും കള്ളത്തരമൊക്കെ മനസ്സിലാക്കാനും പക്ഷെ പരമാവധി നമുക്ക് ഇത്തരം മാനദണ്ഡം വെച്ചാണ് പരിശോധിക്കുമ്പോൾ പരമാവധി ഹദീസുകൾ കേൾക്കുമ്പോൾ നമ്മളിതിന്റെ സനത് ശരി അല്ലെങ്കിൽ തന്നെ മത്തിന് നോക്കുമ്പോൾ വളരെ അർത്ഥവത്താണെങ്കിൽ, വളരെ തത്വങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണെങ്കിൽ അത് അപ്പൊ ലൈഫാണെങ്കിൽ സ്വീകരിക്കാന്നുണ്ടല്ലോ അല്ലേ. ഹദീസ് ലൈഫായി വിചാരിച്ച് തള്ളേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഹദീസ് ലൈഫ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് അത് ആ ഹദീസ് അങ്ങനെ വന്ന വഴിക്ക് ദൗർബല്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ പറയുന്നത്. പക്ഷെ വഴിക്ക് ദൗർബല്യം ഉണ്ടെന്ന് വിചാരിച്ചാണ്ട് ഹദീസിന്റെ മത്തിന് ശരിയല്ലാതിരിക്കണമെന്നില്ലല്ലോ. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഗസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനില് പിന്നെ ഇത് ഉദ്ധരിച്ചിട്ടുള്ള പല ഹദീസുകളും നിരൂപകന്മാർ തള്ളിയാണ്.
ഒരുപാട് ഹദീസുകൾ പലരും ഭയങ്കര ഇമാമിനെ ആക്ഷേപിച്ചിട്ടുണ്ട്, നിരൂപണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹദീസ് അറിയില്ല, അദ്ദേഹത്തിന് നക്കൽ അറിയില്ല, അദ്ദേഹത്തിന് നക്കലൊന്നും അറിയില്ല. കുറെ അക്കരി അദ്ദേഹത്തിന് പല തരത്തിലും അദ്ദേഹത്തെ നിരൂപിച്ചിട്ടുണ്ട്, പല നിരൂപകന്മാർ നിരൂപിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് മാത്രമല്ല അദ്ദേഹത്തെ പറ്റി തന്നെ നബിന്റെ പേരിൽ കള്ളം പറഞ്ഞു അടക്കം പറയേണ്ട ഓരോരുത്തർ നിരൂപണത്തിന്റെ കൂട്ടത്തില്. കാരണം ഈ ഹദീസുകൾക്ക് പലതിനും നിരൂപണ ശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ നിദാന ശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ ഒരു അടിസ്ഥാനം കാണുന്നുണ്ടാവില്ല. പക്ഷെ സൂഫികളുടെ അടുത്ത് എത്തുമ്പോഴേക്ക് സൂഫികൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവരുടേതായ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധി, അവരുടെ മനസ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് ഇസ്തഫ്തി നഫ്സക വലൗ അഫ്താക നാസ്, ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഫത്വ തന്നാലും നിങ്ങളുടെ നഫ്സിനോടൊന്ന് ചോദിക്കണം അവസാനം. ആ നഫ്സ് എന്ന് പറഞ്ഞ ഒന്ന് മനസ്സിലുണ്ട്. ആ നഫ്സ് വളരെ പരിശുദ്ധമാകുമ്പോഴേ, ആ പരിശുദ്ധമാകുമ്പോൾ അത് സംസ്കൃതമാകുമ്പോൾ ഇസ്തഫ്തി നഫ്സക വലൗ അഫ്താക നാസ്, ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഉപദേശം തന്നാലും നിങ്ങളുടെ മനസാക്ഷിയോടൊന്ന് ചോദിക്കണമെന്ന്. അപ്പൊ ഈ നഫ്സിനെ ആക്കാനുള്ള പ്രചോദനമാണത്. ആ നഫ്സ് പരിശുദ്ധമാണെങ്കിൽ, അത് വളരെ സംസ്കൃതമായിട്ടുള്ള മനസ്സാണെങ്കിൽ ആ മനസ്സിൽ ഉദയം ചെയ്യും. ഒരു ഹദീസ് ശരിയാണോ തെറ്റാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ മനസ്സിൽ ഉദയം ചെയ്യും. അപ്പൊ അത്തരം ഒരു മനസ്സിന്റെ ഉടമകളാണ് സൂഫികളെ. അതുകൊണ്ടാണ് സൂഫിസം ഗസാലിമാനെ പറ്റി പറഞ്ഞ പലതും ശരിയൊന്നുമല്ല. അദ്ദേഹത്തിന് അൽ മൻഹൂൽ മിനൽ ഉസൂൽ, അദ്ദേഹത്തിന് നിദാന ശാസ്ത്രം തന്നെ ഉണ്ട്. ഹദീസിനെ നിരൂപണം ചെയ്യണേ ഫിഖ്, അതുപോലെ അൽ മുസ്തസ്ഫ അല്ലെ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥമൊക്കെ അദ്ദേഹത്തിന്റെ ഉണ്ടല്ലോ. ഈ ഗ്രന്ഥങ്ങളൊക്കെ ശരിക്കും നിദാന ശാസ്ത്രങ്ങൾ തന്നെയാണ്. അപ്പൊ ഗസാലി ഇമാമിന് നിദാന ശാസ്ത്രങ്ങൾ അറിയില്ല, അസൽ അറിയില്ല, അദ്ദേഹത്തിന് നഖൽ അറിയില്ല എന്നൊന്നും പറഞ്ഞ ശരിയില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് മാത്രമല്ല, ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതുന്നതിന്റെ മുമ്പ് അദ്ദേഹം ഈ ബുഖാരി വായിച്ചിരുന്നു, മുസ്ലിം വായിച്ചിരുന്നു, ഇത്തരം ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിരുന്നു. അദ്ദേഹം അതിന്റെ മുഖവിരിയിൽ പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം ഹദീസ് അറിയാതെയും അത്തരം കാര്യങ്ങളിൽ ഒരു ബോധമില്ലാതെയല്ല എഴുതുന്നത്. അപ്പോൾ ഇനി ഗസാലി ഇമാം ഉദ്ദേശിച്ചിട്ട് ഒരുപാട് ഹദീസുകൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെ അർത്ഥവത്തായുള്ള ഹദീസ് ഉണ്ടാവും. അപ്പോൾ ദുനിയാവിന്റെ യാഥാർത്ഥ്യം ഒരു ഉദാഹരണം പറയാം. നമ്മളെ ദുനിയാവിനെ നമുക്ക് മനസ്സിലാക്കാം, അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞിരുന്നൊരു ഹദീസ്. പക്ഷെ ആ ഹദീസ് ഉദ്ധരിച്ച ഉടനെ അജിദു ലഹു അസലല്ലേ, അസല് കാണാനല്ല, അസല് എനിക്ക് കിട്ടിയിട്ടില്ല എന്നാ, കാണാനല്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം. അസല് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിന് അസലില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ? പലപ്പോഴും അസല് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ സനത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സനദില്ലാന്നും അസലില്ലാന്നും അല്ല, നമുക്ക് കിട്ടിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ. രവിചന്ദ്രൻ എന്ന് പറഞ്ഞ യുക്തിവാദി അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ ഇടയിൽ വളരെ വിഷയമായിട്ടുള്ള ഒരാളാണല്ലോ രവിചന്ദ്രൻ. അയാളുടെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, ദി ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ് അല്ലേ? തെളിവില്ല എന്നത് ഇല്ല എന്നതിൽ തെളിവാണ്. എന്തൊരു വങ്കത്താണ് പറയുന്നത്, പൊട്ടത്തരല്ലേ? അപ്പൊ ഇല്ലാന്ന് വിചാരിച്ചാണ്ട് നമ്മളെ മുമ്പിൽ ഇല്ലാന്ന് വിചാരിച്ചാണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമുക്ക് നമ്മളെ മുമ്പിൽ ഒരാളില്ല വിചാരിച്ചാൽ അയാൾ ജീവിച്ചിരിക്കണില്ല അറിയാൻ പറ്റുമോ? അത് വളരെ വളരെ വങ്കത്താ പറയാം. ഏതായാലും അതേപോലെ പിന്നെ തെളിവ് സനത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചാണ്ട് സനത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഗസാലി ഇമാം അദ്ദേഹത്തിന് ഒരു ഉദാഹരണം പറയാം, ചില ഉദാഹരണങ്ങൾ പറയാം. ഗസാലി ഇമാം ഉദ്ധരിച്ചിട്ടുള്ള ഇഹ്യാ ഉലൂമുദ്ദീൻ ഉദ്ധരിച്ചിട്ടുള്ള ഗസാലി ഇമാമാർ അദ്ദേഹമാണല്ലോ സൂഫിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യമായിട്ട് വരുന്ന ഒരു മുഖം. ശരീഅത്തൊക്കെ ഉള്ള സൂഫിസം, ശരീഅത്തില്ലാത്തതല്ല. അപ്പോൾ ശരീഅത്തൊക്കെ ഉള്ള സൂഫിസം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, തസൗഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആദ്യമായി വരുന്ന മുഖം ഗസാലി ഇമാമിൻ്റെതാണ്. ഈ ഗസാലി ഇമാമിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ, അപ്പോൾ ഗസാലി ഇമാമിൻ്റെ അദ്ദേഹത്തെ ലോക മുസ്ലിങ്ങൾ മുഴുവൻ, ലോക പണ്ഡിത ലോകമൊക്കെ അദ്ദേഹത്തെ ഹുജ്ജത്തുൽ ഇസ്ലാം എന്നല്ലേ പറഞ്ഞതേ. ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്നല്ലേ അർത്ഥം. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ധരണികളും മറ്റൊന്നും അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ അദ്ദേഹത്തെ ഹുജ്ജത്ത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരും ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ആളാണ് ഗസാലി ഇമാം. അദ്ദേഹം ദുനിയാവിന്റെ യാഥാർത്ഥ്യം പറയുന്ന ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ അബൂ ഹുറൈറ അലാ ഉരീക ദുനിയ ജമിഅൻ ബിമാ ഫിഹാ. ഗസാലി ഇമാം ഹീൽ ഉദ്ധരിച്ചതാണ്. പിന്നെ ദമ്മുദ്ദുന്യ ഹഖീഖത്തുദ്ദുന്യ എന്നൊക്കെയുള്ള ഭാഗം ഡെഹിയല് അതിൽ ഉദ്ധരിക്കുകയാണ്. യാ അബൂ ഹുറൈറ അലാ ഉരീകദ്ദുന്യ ജമീഅൻ ബിമാ ഫിഹാ, അല്ലയോ അബൂ ഹുറൈറ നിങ്ങൾക്ക് ഞാൻ ദുനിയാവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരട്ടെയോ? ദുനിയാവും ആ ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ വാസ്തവികത എന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെയോ? ആല ബലയാ റസൂലുള്ളാഹി പറഞ്ഞു റസൂലി ഫഅഖദ ബി യദി വഅതാബി വാദി മിൻ ഔദിയത്തിൽ മദീന ഫഇദാ മസ്ബലത്തുൻ ഫിഹാ റൂസു നാസു അദറാ
വഹിറഖുൻ വഇളാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കയ്യും പിടിച്ചിട്ട് അങ്ങനെ നടന്നു. അങ്ങനെ ഫൈദാ അദ്ദേഹം ഒരു ഔദിയത്തിൽ മദീനയിലെ ഒരു താഴ്വരയിൽ കൂടി നബി എൻ്റെ കയ്യും പിടിച്ച് അങ്ങനെ പോയി. അങ്ങനെ മദീനയിലെ താഴ്വരയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഫൈദാ മസ്ബലത്തുൻ, ഒരു മസ്ബല കണ്ടു. മസ്ബല പറഞ്ഞ കുപ്പക്കുന്ന്, കുപ്പയൊക്കെ കൊണ്ടുപോയിട്ട് ഇടുന്ന തട്ടുന്ന ഒരു കുന്ന്. ഫിഹാ റൂസു ഉനാസ്, അതിൽ മനുഷ്യന്റെ തലയോട്ടികളുണ്ട്. അതിറാത്ത്, മനുഷ്യന്മാരുടെ വിസർജ്യങ്ങളുണ്ട്. വഹിറഖ്, കുറെ കീറക്കഷ്ണങ്ങൾ, തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ട്. വഇളാം, കുറെ എല്ലും കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ അടുത്ത് കൂടിയാണ് പോണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുക. യാ അബൂ ഹുറൈറ ഹാദിഹി റൂസു കാനത് തഹരിസു കഹിർസിക്കും വതഅമുലു കഅമലിക്കും. അബൂ ഹുറൈറ, ഈ തലയോടുകളെ നിങ്ങൾ കൊണ്ട് നടക്കുന്നത് പോലുള്ള ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഇവയും കൊണ്ട് നടന്നിരുന്നു. കാനത്തഹരിസു കഹിർസിക്കും വതഅമുലു കഅമലിക്കും. നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ പോലെ, നിങ്ങൾക്കുള്ള പ്രതീക്ഷകൾ പോലെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ട് നടന്ന തലയോടുകളാണ് ഈ കിടക്കുന്നത്. ഫാസ്ബഹത്തിൽ ആന ഇളാമൻ ബിലാ ജിൽദിൻ, ഇപ്പോൾ അവയൊക്കെ തൊലി പോലുമില്ലാത്ത എല്ല് മാത്രമായിരിക്കണേ. സുമഹിയ സ്വായിറത്തുൻ റമാദ, പിന്നെ അത് ശാരായിട്ട് മാറാൻ പോവുക. അതാണ് ഒന്ന്. വഹാദിഹിൽ അതിറാത്തു, ഇവിടെ കാണപ്പെടുന്ന വിസർജ്യ വസ്തുക്കള് കാനത്ത് അത്ഇമതഹും, ആളുകളുടെ ഭക്ഷ്യവസ്തുക്കളായിരുന്നു. അവർ ഇക്തസബൂഹ മിൻ ഹൈസു ഇക്തസബൂഹ, പലയിടത്തു നിന്നുമായി അവരത് സ്വരൂപിച്ചു. എന്നിട്ട് സുമ്മ ഖദഫൂഹ ഫി ബുതൂനിഹിം, അവരുടെ വയറുകളിലേക്ക് അവരത് ഇട്ടു, അവർ വിഴുങ്ങി. എന്നിട്ട് ഫഅസ്ബഹത്തിൽ ആന വന്നാസ് യതഹാമുനഹ, ആളുകൾ അകറ്റിക്കളയുന്ന വസ്തുവായിരിക്കണേ. അതിൻ്റെ അടുത്തൊക്കെ ആളുകൾ ചെല്ലൂല. അപ്പൊ വിസർജ്യല്ലേ. നേരത്തെ നല്ല ബിരിയാണി കഴിക്കുന്ന സമയത്ത് നല്ല സുഗന്ധം ഉണ്ടായിരുന്നു. ആ സുഗന്ധം കൊണ്ട് ആളുകൾ ഇങ്ങോട്ട് അടുപ്പിച്ച് വരും എന്ന് പറഞ്ഞാണ്ട് വിളിച്ചു വരുത്തിയുന്ന അതേ സാധനം തന്നെ ഇപ്പോൾ അമേദ്യമായി കഴിഞ്ഞ സമയത്ത്, വിസർജ്യമായി കഴിഞ്ഞ സമയത്ത് പോയി അല്ലേ, അകറ്റല്ലേ, അകറ്റിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കണം. വഹാദിയിൽ ഹിറഖു, ഇവിടെ കിടക്കുന്ന ഈ തുണി കഷ്ണങ്ങൾ കാനത്തെ ലിബാസ്, ഇത് അവരുടെ വസ്ത്രങ്ങളായിരുന്നു. കാനു യതസയ്യനൂന ബിഹാ അജ്സാമു, അവരുടെ ശരീരം അലങ്കരിക്കാൻ വേണ്ടി, ശരീരത്തിന് അലങ്കാരം കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ അവര് മൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങളായിരുന്നു അല്ലേ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് അഴുക്കൊന്നും പുരളാതെ നന്നായിട്ട് തിരുമ്പി അലക്കി തേച്ച് വളരെ ഭംഗിയിൽ കൊണ്ടു നടക്കുന്ന സാധനം വസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. മറ്റെന്ത് സൂക്ഷിക്കണതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ സൂക്ഷിക്കും, വസ്ത്രം സൂക്ഷിക്കും. അപ്പോൾ ഈ വസ്ത്രം ഇത് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കേവലം ഹിറത്ത്, കീറ കഷ്ണങ്ങൾ മാത്രമായിരിക്കണേ. പിന്നെ വരിയാഹു തഖ്ഫീ, ആ കാറ്റത്ത് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ വഹാദിഹിൽ ഇളാമു, ഇവിടെ കിടക്കുന്ന എല്ലുകൾ, ഈ എല്ലും കഷ്ണങ്ങൾ കാനത്ത്, ഈ എല്ലും കഷ്ണം ഒരു കാലത്ത് കാനത്ത് മറാഖിബഹും, അവരുടെ വാഹനങ്ങളായിരുന്നു, ദവാബായിരുന്നു, മൃഗങ്ങളെ യാത്രക്ക് ഉപയോഗിച്ചിരുന്നത്. കാനു യന്തജിഊന ബിഹാ അത്റാഫൽ ബിലാദ്, കാനു യന്തജിഊന അലൈഹ അത്റാഫൽ ബിലാദ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ടൂറ് പോകാൻ വേണ്ടി ആളുകൾ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളായിരുന്നു ഈ വാഹനങ്ങൾ. അപ്പോൾ ദുനിയാവിന്റെ യാഥാർത്ഥ്യം സ്വവങ്കാന യബ്കി ഫല്യബ്കി അല ദുനിയ, കണ്ണീരുള്ളവൻ ദുനിയാവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊള്ളട്ടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ദുനിയാവിനെ പറ്റി ശരിയായ ഒരു കാഴ്ചപ്പാട് തരികയാണ് നമുക്ക്. ദുനിയാവിലുള്ള മനുഷ്യനെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് മനുഷ്യന്റെ പിന്നെ വസ്ത്രം, അതുപോലെ തന്നെ ഭക്ഷണം, അതുപോലെ തന്നെ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നതാണ് പിന്നെ അവൻ്റെ വാഹനം. അപ്പോൾ മനുഷ്യൻ്റെ വാഹനം, മനുഷ്യൻ്റെ ഭക്ഷണം, മനുഷ്യൻ്റെ വസ്ത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിൻ്റെയൊക്കെ വില എത്രയുള്ളൂ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു നല്ലൊരു ഹദീസ്. പക്ഷെ ഈ ഹദീസ് അവസാനം ഈ ഹദീസ് വായിച്ചുകൊണ്ട് നല്ലൊരു ഹദീസാണ് എന്ന് പറഞ്ഞാൽ നമ്മളിത് വ്യാഖ്യാനിക്കാൻ നിൽക്കുന്ന സമയത്തേക്ക് രാജിദ് ലഹു അസലൻ അല്ലേ, രാജിദ് ലഹു അസലന് അസല് കാണില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് അർത്ഥവത്തായ ഹദീസുകൾ, നല്ല നല്ല ഹദീസുകൾ, ആശയസമ്പുഷ്ടമായിട്ടുള്ള ഹദീസുകൾ, അതൊക്കെ തന്നെ ഈ സനദിന്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല. പക്ഷേ അതൊക്കെ ഉണ്ടായേ പറ്റുള്ളൂ. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണോട് പറയാം. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിലെ പിന്നെ എന്താണ് ഉലമാഉ സൂ ഒരു ഭാഗമുണ്ടല്ലോ, ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഉലമാഉ സൂ
അതുപോലെ ഉലമാവുൽ ആഖിറത്ത്, ഈ ഭാഗം ഇപ്പം ഞാൻ തർജ്ജമ ചെയ്തിട്ട് ഒരു 100 പേജുണ്ട്, തർജ്ജമ ചെയ്തിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന കുറേ ഹദീസുകൾ ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തു. ഒരു ഉദാഹരണം പറഞ്ഞാൽ നല്ല ഒരു അർത്ഥവത്തായിട്ടുള്ള ഹദീസ്, ലാ തജ്ലിസു മഅ കുല്ലി ആലിമിൻ ഇല്ലാ ആലിമിൻ യദൂഖു മിൻ ഖംസിൻ ഇലാ ഖംസിൻ. നിങ്ങൾ എല്ലാ പണ്ഡിതന്മാരെയും അല്ലേ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരൊക്കെ പണ്ഡിതന്മാർ. അപ്പോൾ ലാ തജ്ലിസു മഅ കുല്ലി ആലിമിൻ, എല്ലാ ആലിമുകളും നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ എന്ന് പറഞ്ഞ റസൂലല്ലേ. ആ റസൂലാണ് ഈ പറയുന്നത്. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞ റസൂല് തന്നെയാണ് ഈ ലാ തജ്ലിസു മഅ കുല്ലി ആലിമിൻ, നിങ്ങൾ എല്ലാ ആലിമിനോടും സഹവസിക്കരുത്. എല്ലാ ആലിം യദൂഖു മിൻ ഖംസിൻ ഇലാ ഖംസിൻ, 5 കാര്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി 5 കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നവരായിരിക്കണം. ഒന്ന് മിനശക്കി ഇലൽ യഖീനി, മിനശക്കി ഇലൽ യഖീനി. രണ്ടാമത് പിന്നെ മിനർ റഗ്ബത്തി ഇല സുഹദി, പിന്നെ വമിന റിയാഇ ഇലൽ ഇഖ്ലാസി, വമിനൽ അദാവത്തി ഇലൽ നസീഹത്തി, വമിനൽ കിബ്രി ഇല തവാദുഇ. അപ്പോൾ ഒരു പണ്ഡിതനെ നമുക്ക് അളന്നറിയാൻ എത്തരത്തിലുള്ള പണ്ഡിതനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, സഹവസിക്കേണ്ടത്, ഗുരുവാക്കേണ്ടത് എന്നതിനൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഈ ഹദീസിൽ തരുന്നത്. പക്ഷേ ഈ ഹദീസിന്റെ അവസാനം നോക്കുന്ന സമയത്ത് കാണാം ബിസ്നാദിൽ ദഈഫിൻ. ഹദീസ് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ട് നല്ലൊരു ഹദീസ്, നല്ല ആശയസമ്പുഷ്ടമായിട്ടുള്ള ഹദീസ്, ഇതെല്ലാവരോടും പറയാൻ പറ്റുന്ന ഹദീസ് മാത്രമല്ല, നമുക്ക് ലോകത്തുള്ള പണ്ഡിതന്മാരെയൊക്കെ വകതിരിച്ച് മനസ്സിലാക്കാൻ ആരാണ് ഉലമാഉൽ ആഖിറത്ത്, ആരാണ് ഉലമാഉ സൂ, ആരാണ് ഉലമാഉ ദുനിയ എന്നൊക്കെ അളന്ന് അറിയാനുള്ള മാനദണ്ഡമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഹദീസ് എന്നൊക്കെ ഈ ഹദീസിനെ വർണ്ണിച്ച് ഈ ഹദീസ് ഓതി അവസാനത്തുമ്പോൾ കാണാം ബിസ്നാദിൽ ദഈഫ്, അതിൻ്റെ സനദ് ദഈഫാണെന്ന് പറയും. എത്ര അർത്ഥം ലാ തജ്ലിസു മഅ കുല്ലി ആലിമിൻ ഇല്ലാ ആലിമിൻ യദൂഖു മിൻ ഖംസിൻ ഇലാ ഖംസിൻ മിനശക്കി ഇലൽ യഖീനി. ഏറ്റവും പ്രധാനല്ലേ, ഒരു ആലിമേറ നിങ്ങളുടെ ഡൗട്ട് തീർത്ത് തരുന്ന ആളായിരിക്കണം, സമൂഹത്തിന്റെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്ന ആളാവണം. ആളുകൾ ധാരാളം ഓരോ കാലഘട്ടത്തും പുതിയ പുതിയ സംശയങ്ങളുണ്ടാവും. വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടാവും, അമലിയായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടാവും, അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടാവും, നമ്മളെ അഖീദയായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടാവും. അങ്ങനെ ഓരോ കാലഘട്ടവും വരുന്നതിനനുസരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ശാസ്ത്ര സാങ്കേതിക വളർച്ച ലോകത്ത് ഇത്ര വ്യാപകമായ സ്ഥിതിക്ക് പുതിയ പുതിയ സംശയങ്ങൾ ഉണരും. ഈ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ ക്വാളിറ്റി, ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംശയം ദൂരീകരിച്ച് തരുന്ന ആളാവണം. അപ്പൊ നിങ്ങൾ സഹവസിക്കേണ്ട പണ്ഡിതൻ നിങ്ങളുടെ സംശയം ദൂരീകരിച്ച് തരുന്ന ആളാവണം അല്ലേ. അപ്പൊ ഈ വളരെ വളരെ അടിസ്ഥാനപരമായ ഒരു മാനദണ്ഡമാണ് ഇവിടെ നമുക്ക് തന്നത്. നിങ്ങളുടെ ഗുരുനാഥന്മാരാവട്ടെ, നിങ്ങളുടെ സംശയം ഏതാ നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ആ ഫീൽഡിൽ ഉള്ള നിങ്ങളുടെ സംശയം ദൂരീകരിച്ച് തരണം. സംശയം ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സംശയം പഠിച്ചാൽ പോലെ എന്ന് ചോദിക്കുന്ന ആളല്ലല്ലോ ആവേണ്ടത്. ഏത് സംശയവും ചോദിക്കാൻ പറ്റണം, ചോദിക്കണം. ഇപ്പം ഞാൻ ദർസിൽ ഓതിയിട്ടുണ്ട്, കുറച്ചേരം ദർസിൽ ഓതിയിട്ടുണ്ട്, പിന്നെ അൽഫിയ ഫുള്ളായിട്ട് ഓതിയിട്ടുണ്ട്, ഒക്കെ എപ്പോഴും പറയും. ഫത്തുൽ മുഴയും കിതാബുൽ ബൈ വരെ ഓതിയിട്ടുണ്ട്. കിതാബുൽ ബൈ കഴിഞ്ഞിട്ട് പിന്നെ ഓതിയിട്ടില്ല. അതുകൊണ്ട് കിതാബുൽ ബൈ ഓതിക്കാണ്ട് കച്ചവടം ചെയ്യാൻ പോയി. കിതാബ് നീക്കാ ഓതാത്തതുകൊണ്ട് അജായി പരിപാടിക്കൊന്നും പോയില്ല. അപ്പോൾ ഏതായാലും എന്താ വെച്ചാൽ പിന്നെ ഞാൻ മണ്ണാർക്കാട് ഒരു ഉസ്താദിൻ്റെ അടുത്ത് ഓതിയിരുന്നു. അയാളെ പറ്റി ഉറുദു അരിയെന്നാണ് പറയാം, നല്ല ഉറുദു അറിയും. അയാൾക്ക് നന്നായിട്ട് പാർസി അറിയും. പക്ഷെ ചെറിയ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കില്ല, അതുകൊണ്ട് എനിക്കൊന്നും പഠിപ്പിച്ചെന്നില്ല. ഞാൻ പിന്നെ പാർസി പിന്നെ പഠിക്കണം സ്വന്തമായിട്ട്. വലിയ മൂല്യന്മാരൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കും. കാരണം ചെറിയ കുട്ടികൾ കിതാബ് പഠിച്ചിട്ട് വേറെ ഭാഷ ഒന്നല്ല പഠിക്കേണ്ട കാര്യം. അങ്ങനെ ഏതായാലും അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നാണ് ഞാൻ മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുടെ ബ്ലോക്കിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാരനായിരുന്നു. അപ്പം ഞാൻ അവിടെ പള്ളിക്ക് പഠിക്കുന്ന സമയത്ത് ജമാഅത്തിന്റെ ഓഫീസിൽ പോകും. രാത്രി പുസ്തകന്മാരൊന്നും കാണാതെ ജമാഅത്തിന്റെ ഓഫീസിൽ പോകും. അവിടെ ഒരുപാട് ബുക്കുകൾ ഉണ്ടാവും. രാത്രി മുഴുവൻ ആ പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ട് വൈകാരം. ആരും അറിയില്ല, പുസ്തകന്മാരൊന്നും അറിയാത്ത രീതിയിൽ സ്വകാര്യമായിട്ട്. അങ്ങനെ ഞാൻ പിന്നെ എന്നിട്ട് പിന്നെ അവസാനം ഉസ്താദ് അറിഞ്ഞത്
അറിഞ്ഞപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരോട് മാഹിരിയായ ശ്രമത്തുണ്ടാവരുതെന്നൊക്കെ പറയുന്നത് ഉപദേശിച്ചു. പക്ഷെ അറിവ് നേടാൻ വേണ്ടി എവിടെയും ബൈക്കുകളുണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ ഉസ്താദ് പറഞ്ഞത്. ഏതായാലും ഞാൻ അവിടെ പോയങ്ങാണ്ട് ഈ ബുക്കൊക്കെ വായിച്ച് അവരെ ഖുർആൻ തഫ്സീറൊക്കെ വായിച്ച് ഒരുപാട് സംശയങ്ങളുടെ വരിക. എന്നിട്ട് ദർസിൽ ഓതാനിരിക്കുന്ന സമയത്ത് ആണ് ചോദിക്കലോടോ. അപ്പം എൻ്റെ ഒപ്പം വന്നിരിക്കുന്ന കുട്ടികളോടൊക്കെ ഉണ്ടാവും എൻ്റെ ശരീക്കന്മാർ ദേഷ്യം പിടിച്ചവർക്ക് ഈ ഷേങ്ങായനൊക്കെ കുടുങ്ങി പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു. അങ്ങനെ മാത്രമല്ല, അപ്പുറത്ത് യാമൂത്ത് മണ്ണാർക്കാട് പള്ളിക്കഴിയുന്നു, നിങ്ങൾ പോയിക്കണോ അറിയില്ല, അവിടെ യാമൂത്ത് ഉണ്ടായിരുന്നു അന്ന്. യാമൂത്ത് പറഞ്ഞാൽ യാമം മുറിയാത്ത ഊത്ത്. കല്ലടിക്കാർ വലിയ മുതലാളിമാരാ, അവരുടെയൊക്കെ കബറിൻ്റെ അടുത്ത് ഊത്തുണ്ടാവും. അത് നിൽക്കൂല, ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ നൽകി. നമ്മൾ ഈ കത്തപ്പേരൊക്കെ ഉണ്ടായിരുന്നില്ല, അതേമാതിരി എന്നും ഓത്തേക്കാരൻ. അപ്പോൾ അതിൽ യാമൂത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു തറിയാക്ക ഉണ്ടായിരുന്നു. തറിയാക്ക മുമ്പിരിൻ്റെ നീച്ചന് വന്നു. നീച്ചന് വന്നുകൊണ്ട് ഞാൻ ചോദ്യം ചോദിച്ചാണ് ഉസ്താദ് ഇങ്ങനെ എട്ടങ്ങാറാവും. അപ്പോൾ ഉസ്താദ് ആര് ഭയങ്കര പണ്ഡിതനാണ്. പക്ഷെ ചെറിയൊരു മാനസികമായിട്ട് മരിച്ചു, അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഏതായാലും നല്ല വിവരം, പാഴ്സി അറിഞ്ഞിരുന്നു, ഉറുദു അറിഞ്ഞിരുന്നു, അറബി മോഡേണും ഒക്കെ അറിഞ്ഞിരുന്നു, കിതാബുകളൊക്കെ അറിഞ്ഞിരുന്നു, മഴക്കൂലാത്തൊക്കെ ഭയങ്കര എല്ലാ വിവരമുണ്ട്. പക്ഷെ കിതാബൊക്കെ ക്ലാസ് എടുത്ത് തന്നിട്ട് പറയും, എല്ലാം പറയുന്നിട്ട് പറയും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നു, ആർക്കാ അപ്പോൾ അതൊക്കെ ഉറപ്പുള്ളത് പറയും. അത് ചെറിയൊരു അസുഖം അങ്ങനെ ഉണ്ടായിരുന്നു. ഏതായാലും പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ സംശയം ചോദിച്ച് ഞാൻ ഈ വായിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചോദിക്കും. അങ്ങനെ ചോദിച്ച് അപ്പോൾ പിന്നെ ഈ താരിയാക്ക മുണ്ടമടി എടുത്ത് കണ്ടു വന്നിട്ട് പറഞ്ഞു, എന്നെ ഞാൻ കാണിച്ച രജ അതിനെ കുറെ ദിവസമായിട്ട് ഇടങ്ങേറാക്കണം ഇട്ടാണ് ഞാൻ കാണേണ്ടത് എന്ന് പറഞ്ഞാണ്ട് എന്നെ തല്ലാൻ വന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇടപെടണ്ട, ഓരാണ് ശരിക്കുള്ള വിദ്യാർത്ഥി, എല്ലാ സംശയങ്ങളും ചോദിക്കണം. ഇങ്ങനെ സംശയം ചോദിച്ച് സംശയമൊക്കെ ദൂരീകരിച്ച് പഠിക്കുന്ന ആനാണ് ശരിക്കുള്ള വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ഉസ്താദ് മൂപ്പരെ തിരിച്ചയക്കും. അല്ലെങ്കിൽ മൂപ്പരിൻ്റെ ഒന്നാമുണ്ട് അവിടെ ഇരുന്നല്ലോ. അപ്പോൾ ഇത്രത്തോളം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഏതൊക്കെ ഷെക്ക് എവിടുന്നുണ്ടെങ്കിലും ആ ഷെക്കൊക്കെ ദൂരീകരിച്ച് തരുന്ന തരത്തിലുള്ള പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം. ഏത് ചോദ്യം ആര് ചോദിച്ചാലും നമ്മൾ ദഅവത്തൊക്കെ നടത്തുന്ന ആൾക്കാരല്ലേ, ഇസ്ലാമിൻ്റെ പ്രബോധനം നിർവഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രബോധനം നിർവഹിക്കുന്ന ആളുകൾ എന്നുള്ളവർക്ക് നമുക്ക് ലോകത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉയർത്തപ്പെടുന്ന സംശയങ്ങൾ, ഈ സംശയങ്ങൾക്ക് ഉത്തരം എവിടുന്ന് കിട്ടുക? അത് നമ്മളെ ഉസ്താദിൻ്റെ അടുത്ത് കിട്ടണം. അപ്പം അങ്ങനെ സംശയം പെട്ടെന്ന് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക. ഒരിക്കൽ ഈ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. പിന്നെ ക്രിസ്ത്യാനികൾ ഖുർആനെ പറ്റിയൊക്കെ ഖുർആൻ്റെ ഇതിലുള്ള നഹ്വ് സർഫൊക്കെ എടുത്തുകൊണ്ട് ഒരു പുസ്തകങ്ങൾ കണ്ടിക്കണമെന്നറിയില്ല. ഖുർആനിലെ വ്യാകരണ തെറ്റുകൾ എന്നാണ് ഒരു പുസ്തകമുണ്ട്. ഖുർആനിലെ വ്യാകരണ തെറ്റുകൾ ഇസ്നൈ അശറ അസുബാത്തൻ, ഒരു ഉദാഹരണം കുറേ ഉണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. ഇസ്നൈ അശറ അസുബാത്തൻ, ഇസ്ന അശറക്ക് ശേഷം തമീസ് മുഫ്രദാവണ്ടേ, പക്ഷെ അസുബാത്ത് ജമ്മല്ലേ. ഇങ്ങനെ അത് നിങ്ങൾ കണ്ടോളൂ, ഞാൻ ഉത്തരം ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോളൂ, ഞാൻ ഉത്തരം പറയാൻ നിൽക്കണമെന്നില്ല. അപ്പം ഇതുപോലത്തെ ഒരുപാട് സംശയങ്ങളോട് ഉന്നയിക്കും. എന്നിട്ട് നമ്മൾ ആകെ കൂടെ കൺഫ്യൂഷൻ ആക്കും. ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ പാതിരിമാരുടെ മിഷനന്മാരുടെ വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. അപ്പം അതിനൊക്കെ എവിടുന്ന ഉത്തരം കിട്ടുക? അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിച്ച് നല്ല എക്യുപ്പഡ് ആയിരിക്കണം, വെൽ എക്യുപ്പഡ് ആയിരിക്കണം. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിന് സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റണം. അപ്പം ആ സംശയങ്ങൾ ദൂരീകരിച്ച് ഡൽഹി ജമാ മസ്ജിദിലെ, ഞാൻ ക്രിസ്ത്യാനികളുടെ അടുത്ത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഡൽഹി ജമാ മസ്ജിദിലെ പിന്നെ ഷാ വലിയുള്ളാഹി ദഹ്ലവി നിങ്ങൾ അല്ലേ, ഹുജ്ജത്തുള്ളാഹിൽ ബാരിയൊക്കെ എഴുതിയ അപ്പോൾ ഷാ വലിയുള്ളാഹി ദഹ്ലവിയുടെ മകനുണ്ട് ഷാ അബ്ദുൽ അസീസ്. അദ്ദേഹം ഡൽഹി ജമാ മസ്ജിദിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ എണീറ്റ് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, പിന്നെ कैसी बगुफ्त पेर्शना कैसी बगुफ्त के ईसा अज मुस्तफा आलास्त इन जीर जमीन ऊन ऊजे समास्त. അതാ ചോദ്യം. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, മുസ്തഫ മണ്ണിനടിയിൽ മറവ് ചെയ്യപ്പെട്ട ആളല്ലേ? മുഹമ്മദ് നബി മണ്ണിൻ്റെ അടിയിൽ കബറിൽ മറവ് ചെയ്യപ്പെട്ട ആളല്ലേ? ഈസാ നബി വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ട ആളല്ലേ? അപ്പൊ വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ട ഈസാ നബിയോ മണ്ണിനടിയിൽ മറവ് ചെയ്യപ്പെട്ട മുഹമ്മദോ ആരാണ് ശ്രേഷ്ഠൻ? ചോദ്യല്ലേ ഇത്തരം നമ്മൾ കാണണ്ടേ? എന്താ പറയാ, ഈസാ നബിനെ ആകാശത്തേക്ക് അള്ള കയറ്റി കൊണ്ടിരിക്കുന്നത് അത്ര ഉയർത്തേക്ക്, മുഹമ്മദ് നബിനെ മണ്ണിൻ്റെ അടിയിൽ മറവ് ചെയ്തതാ. അപ്പൊ ഇതാ ചോദ്യം. ഈ ചോദ്യം കേട്ട ഉടനെ ഷാ അബ്ദുൽ അസീസ് പറയാം അതേ നാണയത്തിൽ അദ്ദേഹത്തിന്റെ ഉത്തരം,
എൻ്റെ ഈ ചോദ്യമൊന്നുമല്ല. എന്താണ് ഉബാബ് സീര ആബ് ഗുഹർ തഹത്ത് തഹിയേദ് റിയാസ്. എൻ്റെ ചോദ്യമൊന്നുമല്ല. കടലില് മുത്ത് അടിയിലാണ്, ചപ്പും ചവറൊക്കെ മുകളിലാണ്. മനസ്സിലായില്ലേ? ചപ്പും ചവറിപ്പോ മുകളിലായതുകൊണ്ട് ഒന്ന് ഉന്തിയതാകണമെങ്കിൽ ചപ്പും ചവറും മുത്തിനേക്കാളും മുന്തണ്ടേ? അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരങ്ങളാണിത്. ഇതേപോലെ ഉത്തരം പറയാൻ പറ്റുന്ന തരത്തിൽ വെൽ എക്യുപ്ഡ് ആവണം. അത് എവിടുന്ന് വേണം? നിങ്ങൾക്ക് പഠിപ്പിക്കുന്നവരുടെ നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ട് എത്തിച്ചു തരുന്ന അതാണ്. രണ്ടാമത് റിയായിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി ഇഖ്ലാസിലേക്ക് എത്തിക്കാം. പ്രകടനപരത അല്ലെ ഇന്നത്തെ കാലത്ത് അതാണ് ആകെ ഉള്ളത്. എല്ലായിടത്തും പേരും പ്രശസ്തി ഉണ്ടെങ്കിൽ ആരും എന്തും ചെയ്യുള്ളൂ, എല്ലാവരും അറിഞ്ഞിരിക്കണം, ഫോട്ടോ വരണം, അങ്ങനെയാണല്ലോ. ഏതായാലും ഈ പ്രകടനപരതയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചിട്ട് ഇഖ്ലാസിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന പലപ്പോഴും ഇത്തരത്തിലുള്ള പരതയൊക്കെ നമ്മളെ മേലെ വല്ലാതെ വരുമ്പോൾ നമ്മളെ ഇഖ്ലാസിനെ കുറഞ്ഞു പോകും. നമുക്കെല്ലാവരും ഉപഹാരമൊക്കെ തന്നിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ നമ്മളെ ഇഖ്ലാസ് കൊണ്ട് കുറയും ചിലപ്പത്. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാല്, നമ്മൾ പേരും പ്രശസ്തിയും പരമാവധി കൊണ്ട് ഇല്ലാതാവണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. ഐശച്ചിനും ആരും അവാർഡും ഉപഹാരവും ഒന്നും സ്വീകരിക്കേണ്ടെന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. എന്തേലൊക്കെ ഉപഹാരം കിട്ടിക്കോട്ടെ. അപ്പൊ ഏതായാലും ഞാൻ അതിന്റെ ഒരു ബേസ് ഉണ്ടല്ലോ, അതാ പറഞ്ഞത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം റിയാ ആയി പോകുന്നത് ശ്രദ്ധിക്കണം, അതേ ചെയ്യണ്ടുള്ളൂ. അപ്പൊ ഒമിന റിയായിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചിട്ട് ഇഖ്ലാസിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ആര്യമായിരിക്കണം. രണ്ടാമത്തത് ഒമിന റഗ്ബതി ഇല സുഹ്ദി, റഗ്ബത്തിൽ നിന്ന്, ആർത്തികളിൽ നിന്ന്, മോഹങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട് സുഹുദിലേക്ക് നിങ്ങളെ വിരക്തിയിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന, ഒരു സുഹുദിൽ നിന്ന് മോചിപ്പിച്ചിട്ട് വിരക്തിയിലേക്ക് എത്തിക്കുന്ന എന്ന് പറഞ്ഞാല് ഈ റഹബത്തിൽ നിന്ന് മോചിപ്പിച്ച്. റഹബത്ത് പറഞ്ഞ ആഗ്രഹം, എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം. ദുനിയാവ് പറഞ്ഞ അങ്ങനെയാണല്ലോ, ഓരോന്ന് കാണുന്നതിനനുസരിച്ച് നമുക്ക് ഭയങ്കര മോഹങ്ങൾ ഉണ്ടാവും. അതുപോലെ എനിക്കും ആവണം, ഒരാളെ കാറ് കാണുമ്പോൾ നമുക്കും വേണ്ടി, ഒരു വലിയൊരു വീട് കാണുമ്പോൾ നമുക്കും വേണ്ടി അങ്ങനത്തെ ഒരു വീട് ഇല്ല, എങ്ങനെയുണ്ട്? നല്ല സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോൾ നമുക്കും വഴിയുന്നു അങ്ങനത്തെ ഒരു പെണ്ണ്. എന്തും ആഗ്രഹമാണല്ലോ ഇപ്പത്. അപ്പൊ ഇങ്ങനെ പലതരം ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിച്ച് നമ്മളെ സുഹുദിലേക്ക്, വിരക്തിയിലേക്ക്, ലോകത്തിന്റെ നേരെയുള്ള ഒരു അപ്രോച്ചാണ് സുഹുദ് പറഞ്ഞാൽ. നമ്മള് സമ്പത്ത് സമ്പാദിക്കണ്ടെന്നോ സമ്പത്ത് നമ്മൾ നേട്ടണ്ടാക്കണ്ടെന്നോ മുരളിമാരാകണ്ടെന്നോ ഒന്നും ഈ പറയുന്ന അർത്ഥം. സുഹുദ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നേരെയുള്ള ഒരു സമീപനം. അതെന്താ വെച്ചാല് നമ്മളെ അവ വിധേയപ്പെടുത്താൻ പാടില്ല, നമ്മൾക്ക് അവ വിധേയപ്പെടാം. അതാണ് ദുനിയാവിനെ നമ്മൾ വിധേയപ്പെടുത്തുക, ദുനിയാവിന് നമ്മളെ കീഴ്പ്പെടുത്താൻ സമ്മതിക്കരുത്. അത് സുഹുദ് പറഞ്ഞാൽ. ഏതായാലും റിയായിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച്, റഹബത്തിൽ നിങ്ങളെ മോചിപ്പിച്ച് സുഹുദിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന. ഒമിനൽ കിബിരിയിലെ തവാളുവഴി, നിങ്ങളെ അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് വിനയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചു തരുന്ന. പിന്നെ ശത്രുതാ മനസ്സ്, വേറുള്ളവരോട് വിരോധവും ശത്രുതയൊക്കെ ഉണ്ടാവുന്ന മനസ്സ്, അതിന്ന് മോചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വിനയത്തിലേക്ക്, നിങ്ങൾ പിന്നെ നസീഹത്തിലേക്ക്, ഗുണകാംക്ഷയിലേക്ക്. എല്ലാവരോടും ഗുണകാംക്ഷ, എല്ലാവരും നന്നായിക്കോട്ടെ, ആരും മോശമാകണ്ട, എല്ലാവർക്കും നന്മ വരട്ടെ, ഇങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ഇതൊരു ഹദീസ്, എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു ഹദീസ്. നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് പണ്ഡിതന്മാരെ നമ്മൾ സമീപിക്കുമ്പോൾ എത്തരം പണ്ഡിതന്മാരെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നൊക്കെ പഠിപ്പിക്കുന്ന ഹദീസാ. പക്ഷെ ഈ ഹദീസൊക്കെ നമ്മൾ വായിച്ചിങ്ങനെ അവസാനം എത്തുന്ന സമയത്ത് സനദ് ദോഷമുണ്ട്. ഇനി വേറെ നോക്കുകയാണെങ്കിൽ ഒരു ഹദീസ്, പിന്നെ മിൻ ഫിത്നത്തിൽ ആലിമി അയ്യകൂനൽ കലാമു അഹബ്ബ ഇലൈഹി മിനൽ ഇസ്തിമാഇ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ട ഹദീസ് എന്താ? മിൻ ഫിത്നത്തിൽ ആലിമി, ഒരു പണ്ഡിതന്റെ ഫിത്ന ആണ് എന്ത്? അയ്യകൂനൽ കലാമു അഹബ്ബ ഇലൈഹി മിനൽ ഇസ്തിമാഇ, കേൾക്കുന്നതിനേക്കാൾ പറയാൻ ഇഷ്ടപ്പെടുക. കേൾക്കുന്നതിനേക്കാൾ പറയാൻ ഇഷ്ടപ്പെടുക. നിങ്ങള് നമ്മളെ ഈ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു തിരക്കില്ലെങ്കിലും കാണാം, പറയാനുള്ളത് പറഞ്ഞാൽ ആട് പോകണം. ഇനി പറയാനുള്ളതൊക്കെ കേൾക്കാൻ നിൽക്കുക, എല്ലാവരും കേൾക്കാൻ നിൽക്കുക. കാരണം ആരെടുത്താണ് വലിയ വലിയ തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ടാകുക എന്ന് പറയാൻ പറ്റൂല.
ഏറ്റവും നമ്മൾ നിസ്സാരൻ എന്ന് പറയുന്ന ആളെടുത്തുണ്ടാവുക. ഇപ്പൊ ഞാൻ പറയില്ലേ, ഞാന് ഹൊസാലിമാവിനെ കേൾക്കുന്നത്, ഹൊസാലിമാവിനെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, അല്ല മദ്രസയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കും, 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9 വയസ്സാ പ്രായം. അപ്പൊ 9 വയസ്സ് പ്രായത്തിൽ കുളപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് ഞാൻ പഠിച്ച മദ്രസ. ആ മദ്രസയിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോ കുട്ടികളൊക്കെ ഒപ്പുണ്ട്. അപ്പണ്ട് ഒരു ഭ്രാന്തൻ നിന്നിട്ട് പ്രസംഗിക്കണം. ഒരു ഭ്രാന്തൻ, അയാൾ ഇങ്ങനെ പ്രസംഗിക്കണേ. അപ്പൊ കുട്ടികളൊക്കെ പാഞ്ഞു, ഭ്രാന്തനല്ലേ. ഞാൻ പാഞ്ഞില്ല, ഞാൻ അവിടെ നിന്നു. അപ്പൊ ഇയാള് പ്രസംഗിക്കണം എന്താ, നിങ്ങള് ആദ്യം ഹസ്താലിമാവിന്റെ പേര് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഞാൻ കേട്ടത്, ആ ഭ്രാന്തന്റെ. ആഖിറുസമാനിൽ ചില കൂട്ടർ വരുന്നവരാം, അവരോടടുക്കുകയോ ഷണ്ടക്കുരുങ്ങുകയോ ചെയ്യരുതെന്ന് റസൂലുള്ളാഹി ഖദ് അമറ. വസാലിമാം അവരാലുണ്ടാക്കിയ അതിനെ പഠിച്ചിടുവീൻ, മുറുകെ പിടിച്ചിടുവീൻ. ഇയാൾ ഭ്രാന്തനാണ്. എന്ത് ഭ്രാന്ത ഇയാൾ ഭ്രാന്ത്? പിന്നെ അപ്പൊ ഭ്രാന്തൻ, ഈ ഭ്രാന്തനിൽ നിന്ന് ഞാൻ അന്ന് എന്റെ മനസ്സിൽ പറഞ്ഞതാണത്. അന്ന് എനിക്ക് ഹൊസായിമാമ ആരാണെന്ന് അറിയില്ല, പിന്നെ ഹൊസായിമാന്റെ ഒക്കെ വായിക്കുന്നത്. അപ്പോ ഈ ഭ്രാന്തനിൽ നിന്ന് കേട്ട വരി ഇങ്ങനെ ഓരോരുത്തർക്കും വലിയ വലിയ കാര്യങ്ങൾ. ഞാൻ എന്റെ മെഡിക്കൽ കോളേജിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ദിവസം ഒരു ഭ്രാന്തൻ വന്നാണ് എന്നോട് പിന്നെ ഒരു സിഗരറ്റ് ചോദിച്ചു. ഞാൻ അത് വഹിക്കലില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് സിഗരറ്റ് ഒന്നുമില്ല, ഞാൻ വഹിക്കില്ല. എന്നാ ഒരു ഉറുപ്പിക ചോദിച്ചു. എൻ്റെ അടുത്ത് ചില്ലറൊന്നുമില്ല. പിന്നെ ഇജും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഒരു ഞരമ്പിന്റെ വ്യത്യാസമുള്ളൂ. ആ ഞരമ്പ് ഒന്ന് പഠിച്ചാൽ മതി ഇജുന്റെ മാതിരിയാവുക. എത്ര വിലപ്പെട്ട കാര്യമാണ് അയാൾ പറഞ്ഞത്. കാര്യം അയാൾ പറഞ്ഞത് ഭ്രാന്തനായിട്ട് അയാൾ ഒരൊറ്റ ഓട്ടം കൂടി കുതിരോട്ടത്തിലുള്ള വസ്തു നോക്കിയാണ് പാടി. അപ്പോ ഇങ്ങനെ ആരെടുത്താണ് ഏതാളെടുത്താണ് വിവരം ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് എല്ലാം കേൾക്കാൻ റെഡിയാവണം, ആരെടുത്തും കേൾക്കാൻ തയ്യാറാവണം. എന്ത് വിവരങ്ങളും ആരുടെ പ്രസംഗവും ഒക്കെ കേൾക്കാൻ തയ്യാറാകും. ഇതിന് പകരം കേൾക്കണീന് പകരം പറയാൻ ഇപ്പൊ നിങ്ങൾ ചാനൽ ചർച്ച ചെയ്യുകയാണല്ലോ. നിങ്ങൾ ചാനൽ ഒരൊറ്റ ഒന്ന് ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കൂല അല്ലേ? അപ്പോഴേക്കും അവന് പറയാനങ്ങോട്ട് തുരുക്കം കൂടുന്നു, അങ്ങോട്ട് പറയാനോടങ്ങനെ. മറ്റേളെന്റെ പറഞ്ഞത് കേട്ടിട്ട് വേണ്ട പറയാനേ, അതൊന്നുമില്ല. കേൾക്കണ പരിപാടിയൊന്നുമില്ല, ചാനൽ ചർച്ചയിൽ പറയണ പരിപാടിയുള്ളൂ. അതാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ പ്രത്യേകം പറയാൻ കാരണം. അപ്പോ ഒരു നല്ല പണ്ഡിതനാണെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ ഫിത്തന, ഒരു പണ്ഡിതന്റെ ഫിത്തനയിൽപ്പെട്ടതാണ് പറഞ്ഞത്. കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുക. ഇത് വളരെ അർത്ഥവത്തായ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഹദീസ്. ഈ ഹദീസും വായിച്ച അവസാനം നോക്കുമ്പോ കാണാം, ഇത്തരത്തില് നമുക്ക് എടുത്തുന്നയിക്കാൻ പറ്റുന്ന എത്രയോ ഹദീസുകൾ ഇഹ്യാ ഉലൂമുദ്ദീനിലുണ്ടാവും. ഈ ഇഹ്യാ ഉലൂമുദ്ദീനിലുള്ള ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പലതും ദുഅഫുള്ളതായിക്കാരം. ചിലതിനെ മൗദൂ എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഞാന് സൂഫികളുടെ അപ്രോച്ച് എന്താന്ന് വെച്ചാൽ, അതിന്റെ മതന്, അതിന്റെ ഉള്ളടക്കം, അതിന് പറ്റുന്ന ഒരു മനസ്സ് അവർ ആർജിച്ചിട്ടുണ്ടാവും. അതാണ് ഈ നഫ്സ് ഖസാലി ഇമാം വിശദീകരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, ചില ആളുകളൊക്കെ വല്ലാതെ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ ഖുർആൻ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആശയം ഉയർന്നു വരും. ഈ ആശയം തഫ്സീറുകളൊന്നും നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ തഫ്സീർ എഴുതിയ ആളുകളുടെ അടുത്ത് ഇത് കൊണ്ടുവന്നാലേ വളരെ മഹത്തായിട്ടുള്ള ആശയങ്ങളായിട്ട് തഫ്സീർ എഴുതിയ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന, അതാണ് സായിമാമ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ചിലപ്പോ. പിന്നെ ഇത് വിശദീകരിക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോ. സ്പെയിൻകാരും ചൈനക്കാരും തമ്മിൽ ഒരു മത്സരം, ഒരു ചിത്രരചനാ മത്സരത്തിൽ ഏർപ്പെട്ടു. നടുക്ക് ഒരു കർട്ടൻ തൂക്കി, 2 ഭിത്തി, അപ്പുറത്തൊരു ഭിത്തിണ്ട് ഇപ്പുറത്തൊരു ഭിത്തിണ്ട്, അങ്ങനെ നടുക്കൊരു കർട്ടൻ തൂക്കി. അപ്പൊ ചൈനക്കാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ചൈനക്കാര് നല്ല മനോഹരമായിട്ട് ചിത്രം വരച്ചു, വളരെ മനോഹരമായി ചിത്രം വരച്ചു. സ്പെയിൻകാരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ചിത്രം വരച്ചില്ല, ചുമര് നന്നായിട്ട് തുടച്ച് മിനുസപ്പെടുത്തി കർട്ടൻ ഉയർത്തിയതോടുകൂടി ചൈനക്കാരുടെ ചിത്രം മുഴുവൻ സ്പെയിൻകാരുടെ ഭിത്തിയില്. അപ്പൊ സ്പെയിൻകാരെന്ത് ചെയ്തു, അവര് അവരുടെ പഠിക്കലുണ്ടായിട്ടില്ല, അവര് ചെയ്തത് എന്താ വെച്ചാൽ മിനുസപ്പെടുത്തുക ചെയ്തു. അതേപോലെ നമ്മുടെ ഹൃദയം മിനുസപ്പെടുത്തിയാൽ
നമ്മുടെ ഹൃദയം സംസ്കരിച്ച് അതിനെ മിനുസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സംസ്കൃത മനസ്സുകളിൽ അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള ഇൽമ് ഹിക്മത്ത് അതിലുദയം ചെയ്യുന്നു. അല്ലെ? നിങ്ങള് മൻ അസ്ബഹ ലില്ലാഹി 40 യൗമൻ തഖ്റുജു മിൻഹു യനാബിഉൽ ഹിക്മതി, അള്ളാഹുവിനെ മാത്രം വിചാരിച്ചുകൊണ്ട് 40 ദിവസം ഇരുന്നാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഹിക്മത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്ന, ജ്ഞാനത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്ന ഹദീസ് ഇമാം ഗസാലി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഹദീസ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഹദീസ് അവസാനം നോക്കുമ്പോൾ കുഴപ്പമുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അതിന്റെ അടിസ്ഥാനത, അപ്പൊ നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചാൽ ആ സംസ്കൃത മനസ്സിലേക്ക് ജ്ഞാനം ഉദയം ചെയ്യുന്നത്. അതിനെന്ത് വേണം? നമ്മൾ അള്ളാനെ വിചാരിച്ചുകൊണ്ട് 40 ദിവസം ഇരിക്കണം. എങ്ങനെ അള്ളാനെ വിചാരിച്ച് 40 ദിവസം ഇരിക്കുക? 4 മിനിറ്റ് ഇരിക്കാൻ പറ്റും. അപ്പോഴേക്ക് മൊബൈലും എല്ലാം അടിച്ചില്ല. അപ്പോഴേക്ക് മൊബൈലും എല്ലാം അടിച്ചു. മൊബൈലും എല്ലാം അടിച്ചാൽ ധ്യാന നിരതനായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ധ്യാന നിരതനായി ഇരിക്കുന്നു കുറെ ദിവസങ്ങളായിട്ടേ. ആ ധ്യാനത്തിന്റെ ഫലമായിട്ട് വഹി കിട്ടിയെന്നല്ല, പക്ഷെ വഹി കിട്ടുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അറേബ്യയുടെ സാമൂഹ്യ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് അസ്വസ്ഥനായി അള്ളാഹുവിനോടുള്ള അടുപ്പമുണ്ടാക്കി അള്ളാഹുവിനെ ധ്യാനിച്ച് ഹിറാ ഗുഹയിലിരുന്നു. 40 ദിവസം ഇരുന്നു. അല്ലേ? അതിന്നാണ് മുസ്തഫ അന്തർ ഹിറാ ഖൽവത്ത് ഗുസീദ് മുസ്തത്തി ജുസ് ഖീശതൻ കസ്റാ നദീദ് നഖ്ശമാറാ ദർദിലെ ഊഖിരീഖ് തന്ദ് മില്ലത്തി അസ് ഖൽവത്തസ് അംഗീഖ് തന്ദ്. മുസ്തഫ അന്തർ ഹിറാ ഖൽവത്ത് ഗുസീദ്, മുസ്തഫ ഹിറാ ഗുഹയിൽ പോയി ഏകാന്തത തെരഞ്ഞെടുത്തു. മുദ്ദത്തി ജുസ് ഖീശതൻ കസ്റാ നദീദ്, ഒരു കാലയളവ് തന്നെയല്ലാതെ മറ്റാരെയും കണ്ടില്ല. അങ്ങനെ ആ ഖൽവത്തിൽ നിന്നാണ് ഈ ഉമ്മത്തുണ്ടായത്. ആ ഏകാന്തതയിൽ നിന്നാണ് ഈ ഉമ്മത്തിന്റെ രൂപകൽപ്പന നടക്കുന്നത്. നോക്കി അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ. അപ്പൊ അതുകൊണ്ട് ഏകാന്തതയിൽ ഇരുന്ന് അള്ളാഹുവിനെ മാത്രം ധ്യാനിച്ച് ധ്യാനനിരതരായി മനസ്സിനെ കടഞ്ഞെടുത്താൽ ആ കടഞ്ഞെടുത്ത മനസ്സിൽ ജ്ഞാനം ഹിക്മത്ത് അവിടെ വെളിപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മനസ്സ് സൂക്ഷിച്ചുകൊണ്ടാണ് സൂഫികളുള്ളത്. അതുകൊണ്ട് യഥാർത്ഥം എന്ത്, ബാത്തിൽ ഏത്, ഹക്ക് എന്ത്, ഹദീസിന്റെ കൂട്ടത്തിലാണെങ്കിൽ ശരി ഏത്, തെറ്റിയത് എന്നൊക്കെ അവരുടെ മനസ്സിൽ ഉദയം ചെയ്യും. അത്തരത്തിലുള്ള ഹദീസുകളാണ് സൂഫികളുടെ ഇടയിൽ ഏറ്റവും കൂടുതലായിട്ട്. അതാണ് സൂഫികളുടെ ഹദീസുകൾക്കൊക്കെ സനത് വെച്ച് നോക്കുന്ന സമയത്ത് വലിയ വിലയൊന്നും ചിലപ്പോൾ കാണൂല. പക്ഷെ മത്തിന് നോക്കുന്ന സമയത്ത് വളരെ അർത്ഥവത്തായി, വളരെ ആശയസമ്പുഷ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് സൂഫികള് ഹദീസിനോട് സ്വീകരിക്കുന്നത്. അതാണ് സൂഫികളുടെ ഹദീസിന്റെ നേരെയുള്ള എൻഗേജ്മെന്റ് എന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഇന്ററാക്ഷൻ.